പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, മരണമടഞ്ഞ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പിതാ തന്റെ 1ാമത്തെ വർഷം ചരമദിനം ആഘോഷിക്കുന്ന ഗ്രേസി ആർ തോമസ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും തൻ്റെ 10ാമത്തെ വർഷം ചരമദിനം ആഘോഷിക്കുന്ന റോമൻ തോമസ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനാണ് ഈ ദിവ്യബലിയായിരിക്കുന്നത്. ഇവർ ഈ ഭൂമിയിൽ ജീവിതകാലത്ത് അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ദൈവം പൊറുക്കുവാനും ഇവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുവാനും സങ്കീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാൻ. കർത്താവെ, അവ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാൻ സാധിക്കും? കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാൻ സാധിക്കും? കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവന്റെ സംഗീതമാണ്, ഞാൻ ആരെ പേടിക്കണം? ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവൻ്റെ സങ്കേതമാകുന്നു, ഞാൻ ആരെ പേടിക്കണം? ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നീർച്ചാലുകൾ തേടി നടത്തും മാൻപേടകളെ കർത്താവേ, നിന്നെ വിളിച്ചു തേടി നടത്തുക. നീർച്ചാലുകൾ തേടി നടത്തും മാൻപേടകളെ കർത്താവേ, നിന്നെ വിളിച്ചു തേടി നടത്തുക.
കർത്താവാണ് എൻ്റെ എനിക്കൊന്നൊരു കുറവുണ്ടാവുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മഹത്വവും നീതിമാന്മാരുടെ ജീവനുമായ ദൈവമേ, അങ്ങേ പുത്രന്റെ മരണോത്ഥാന വഴി ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. അങ്ങേ ദാസിദാസന്മാരായ ക്രീസിയ തോമസ്, റോമൻ തോമസ് എന്നിവരെ തൃക്കൽ പാർക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനത്തിന്റെ രഹസ്യം ഏറ്റുപറയുന്ന ഇയാൾ നിത്യ സൗഭാഗ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അർഹത നേടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അത് ഇരിക്കുന്നവരെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടി അകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താതാങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കർത്താവിന്റെ വചനം. പ്രതിരോധ സങ്കീർത്തനം. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് കാരുണ്യവാനും ദയാലുവുമാകുന്നു. അവിടുന്ന് ദീർഘക്ഷമാശീലനും കൃപാലുവുമാണ്. നമ്മുടെ പാപങ്ങൾ കൊത്തവിധം അവിടുന്ന് നമ്മോട് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ കുറ്റത്തിന്റെ തോന്നിയതനുസരിച്ച് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്നെ ഭക്തരോട് കാരുണ്യം തോന്നുന്നു. നാം എങ്ങനെ രൂപവിധരാണെന്ന് അവിടത്തേക്ക് അറിയാം. നാം പൊടിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്. മനുഷ്യന്റെ ആയുസ് തിന്നതിൻ്റെതുപോലെയാണ്. വയലിലെ പുഷ്പം പോലെ അത് വികസിക്കുന്നു. കാറ്റ് വീശുന്നു, അത് കൊഴിയുന്നു. അത് നിന്നിരുന്ന സ്ഥാനം പിന്നീട് അതിനെ അറിയുന്നതേയില്ല. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവുമാണ്. കർത്താവിന്റെ കാരുണ്യം എന്നേക്കും അവിടുത്തെ ഭക്തരുടെ സന്താപ പരമങ്ങളുടെയും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും കൽപ്പനകൾ അനുസരണം ആദരിക്കുന്നവരുടെ മേൽ ഉണ്ടായിരിക്കും. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവുമാണ്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെ ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനാൽ
ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടെ എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. സ്വീകരിക്കണമേ കൈക്കൊണ്ടവരെ അബ്രഹാമിൽ സംപ്രീത സ്വീകരിക്കണമേ പ്രിയ സഹോദരൻ
സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും പറ്റി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നമ്മുടെ ഓണത്തെ തിരുസുഖങ്ങളുടെ കർത്താവെ, അങ്ങേ ദാസദാസന്മാരായ ഗ്രേസിയ ഗോമസ്, റോബൻ ഗോമസ് എന്നിവരുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സംപ്രീതിയോടെ തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ സ്വർഗീയ ഔഷധങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട അങ്ങേ മഹത്വത്തിൽ ഇവരുടെ ആത്മാക്കൾ നിരന്തരം ജീവിക്കുകയും അനുഗ്രഹീതമാവുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കാൻ ഒരാൾ തന്നെ മരിക്കാൻ തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. കർത്താവേ, സർവശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാക്കട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമരസാന്റെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴങ്ങളിൽ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ
വിശ്വാസത്തിന്റെ രഹസ്യം ഈ പാപത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുവാൻ കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർത്തുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്ന ദിനം അങ്ങേ പരിചരിക്കുന്ന ദിനം അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അർത്ഥവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പ്രിയോ പാപ്പയോടോ ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ തോമസ് നെറ്റോ ക്രിസ്തുദാസ് പിതാക്കന്മാരോടും വൈദിക ഗണത്തോടുമൊത്തോ സമയാവോ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ തന്നെ മക്കളിലേക്ക് വിളിച്ച ദാസദാസന്മാരായ ഗ്രേസിയ തോമസ്, റോമൻ തോമസ് എന്നിവരെ ഓർക്കണം. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായ ഒന്നായി തീർന്നവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔഷധത്തിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന പ്രത്യാശയോടുകൂടി നമ്മൾ ഏറ്റുപാടാം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളിപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുക്കളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം
നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുദ്ധന ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും അനുഗ്രഹീതർ. പ്രവേശിക്കാൻ ഞാൻ യോഗ്യതയില്ല. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യരഹസ്യങ്ങളാൽ നവീകരിക്കപ്പെട്ട ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. അങ്ങേ ദാസിദാസന്മാരായ ഗ്രീസിയാർ ഗോമസ്, റോമൻ ഗോമസ് എല്ലാ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട ഉത്ഥാനത്തിൻ്റെ നിത്യസമ്മാനത്താൽ സമ്പന്നരാകാൻ അർഹത നേടുമാറാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു.
അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അയച്ചല്ലേ അയച്ചെന്ന് കാണും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മരണമടഞ്ഞ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഗ്രീസിയാർ ഗോമസ്, റോമൻ ഗോമസ് എന്നിവരുടെ പൊൽക്കേരിയ ഗോമസ് എന്നിവരുടെ ആത്മശാന്തിക്ക് നിത്യവിശ്രാന്തി നൽകണമെന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിൻ്റെയും അതിനാഥനായ സർവേശ്വരൻ ഇവരെ വാത്സല്യപൂർവ്വം കടാക്ഷിച്ച് പാപങ്ങളിൽ നിന്ന് മോചിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ കിടന്ന് പക്ഷാതപിച്ച പാപിക്ക് പർദീസ വാഗ്ദാനം ചെയ്ത കർത്താവേ, വിധി ദിവസം ഈ ദാസിദാസന്മാരെ അങ്ങയുടെ വലതു ഭാഗത്ത് നിർത്തുവാൻ അനുഗ്രഹമരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ കർത്താവെ, അങ്ങേക്ക് പ്രീതികരമാം വിധം ജീവിതം നയിച്ച പുണ്യചരിതരോടൊപ്പം ഈ സഹോദരി സഹോദരന്മാരും അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശനമരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങ് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിന്റെ ദിവ്യ രഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരന്റെ മഹനീയമായ പുനരുത്ഥാനത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസിദാസന്മാരായ പുൽക്കേരിയ ഗോമസ്, റോമൻ ഗോമസ്, ഗ്രേസി ആർ ഗോമസ് എന്നിവരെ
പാവഫലങ്ങളിൽ നിന്ന് മോചിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവെ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരീ സഹോദരന്മാരുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളോട് തെറ്റിയുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവണത്തിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങയുടെ വിവരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് ആദിയിലെ പോലെ ഇപ്പോഴും ആത്മാവേ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിക്കണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവേ, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഞങ്ങളുടെ രക്ഷിക്കണമേ. കർത്താവേ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴും സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കരുണയുണ്ടായിരിക്കണമേ. ശ്വാസം കൊടുക്കണമേ. സമാധാനത്തിൽ പാടം തുറക്കും നാഥ, കാരുണ്യമായി പോടെ നോക്കൂ. നെന്മേളി കേട്ടങ്ങോ വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. കവാടം തുറക്കൂ നാഥ, കാരുണ്യമായി പോടെ നോക്കൂ. നിന്മേളി കേട്ടങ്ങു വന്ന നിന്നെ ദാസിയെ സന്നിധി ചേർക്കൂ. മന്നിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നോ പോയെങ്കിൽ, മന്നിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നോ പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യമായി പോടെ നോക്കൂ. നിന്നെ കേട്ടങ്ങോ വന്ന നിന്നെ
ദാസിയെ സന്നിധി ചേർക്കും. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. സ്വർഗകവാടം തുറക്കൂ നാഥാ, കാരുണ്യമായി പോടെ നോക്കൂ. മെന്മേലി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേരൂ. അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് അവിടെ വെച്ച് ചോദിച്ചത്